ബർത്ത്ഡേക്കുള്ള ദിവസമാണ്. ഇന്നാണ് നമ്മുടെ വളകാപ്പ് 9ാം മാസം കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങാണ് ഇന്ന്. ഇപ്പോൾ ഞാൻ ഫേസൊക്കെ റെഡിയാക്കി ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 9 മണി ആവാനായി. 9 മണിക്ക് 9:30 അവിടെ നിന്ന് കയറുമ്പോൾ അതിനുള്ളത് നമുക്ക് റെഡിയായിട്ട് ഒരുങ്ങി സെറ്റായിരിക്കണം. സാരി ഉടുക്കണം. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞോളുണ്ടാപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഫേസൊക്കെ മേക്കപ്പ് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും ഓക്കെയാണ്. ഒരു ഗുമ്മില്ല കാണാൻ. അല്ലേ കുഞ്ഞോളെ? ഹായ് പറയാം. ഹായ് കുഞ്ഞോളാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് സുന്ദരി എരിയുന്നത്. സാരിയൊക്കെ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോറിയ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ്. അറിയുന്നൊരു ചേച്ചിയാണ് പരിസരത്ത്. സാരി സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കണം നമുക്കിനി അത്. ഇനി സാരി ഉടുക്കാം. സ്മൈലഞ്ചിട്ടുണ്ടോ? ഇത് ഗേൾ, ഈ കയ്യിൽ പോയി. ഒരു കാല്, കുഞ്ഞിക്കാല് രണ്ടെണ്ണം. സാരി ഉടുത്തിട്ട് കാണാം. ഓക്കെ. വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പന്തൽ കെട്ടിരിക്കുന്നത്. പന്തൽ വർക്കൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടണം. ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സ്റ്റേജ്. പെട്ടെന്ന് ചെയ്ത ഒരു സംഭവമാണ്. തലേദിവസം വരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാത്രി എന്നിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തതാണ് കേട്ടോ. ഇനി വളകാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോർഡ് പോലെ അതും കൂടെ ഒട്ടിക്കാനുണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനൊരു വ്ളോഗറാണ്. എൻ്റെ കുട്ടിയുടെ വളകാപ്പിന് വന്നിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഞങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് അടിക്കണം, എല്ലാം ചെയ്തോ. മേമേ വൈകാണ്ട് തുടങ്ങിക്കോ യൂട്യൂബ്. ആണ് നല്ലോണം സംസാരിക്കാൻ കഴിഞ്ഞെടുത്താൽ മതി. ഹായ് ഗായ്സ്. ഹായ്. ഞങ്ങളിവിടെ അച്ചാറിടുന്ന തിരക്കിലാണ്. അപ്പൂരി എടുത്താ എടുത്തു. ഇതാണ് പരിപാടി. സ്ട്രൈറ്റ് ചെയ്ത് തരാം. ഇങ്ങനെയാണ് എടുക്കണം. ബ്ലോഗ് എങ്ങനെയാ അമ്മ എടുക്കുക? പിന്നെ എങ്ങനെയാ അമ്മേ? പതിവില്ലാണ്ട് ഞാൻ വലിയ സിന്ദൂരം തൊടാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ സിന്ദൂരം തട്ടിക്കിങ്ങനെ കോണ്ടിടുക. യെസ്, ഞങ്ങൾ ഏകദേശം റെഡിയായി. സിത്ത് വന്നിട്ടുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് എൻ്റെ സാരി? എൻ്റെ സാരി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കോസ്റ്റ്യൂം. സിമ്പിളായിട്ടൊരു മേക്കപ്പാണ് ഞാൻ ചെയ്തത്. ഫ്രീ ഹെയറൊക്കെ ചെയ്തിട്ട് ഒരു 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 ട്രഡീഷണലായിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ഞാൻ. പിന്നെ എല്ലാവരും വരുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയതാണ് കേട്ടോ. അത് കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. കുറേ നല്ല നല്ല ഫോട്ടോസ് കിട്ടി. എൻ്റെ ഫ്രണ്ടാണ് ഫോട്ടോ എടുത്ത് തന്നത്. സൂപ്പറായിരുന്നു. പിന്നെ ഞാനും അമ്മവും ചേച്ചിയും എല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവർ വരാൻ സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ലേറ്റായി അവരെത്തുമ്പോൾ. 12 മണിയൊക്കെ ആയി. നമുക്കാണെങ്കിൽ 1 മണി ടു 1:30 ഉള്ളിൽ ഇറങ്ങണമായിരുന്നു. ഹലോ ഗായ്സ്, ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. പിന്നെന്താ, എല്ലാവരും വരും. ഞാനിന്ന് പോവും. എന്താണ് അമ്മൂനെ കുറിച്ച് പറയുന്നത്?
ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇന്ന് വേറൊരു വിശേഷമുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നെൻ്റെ പിറന്നാളാണ് ഗൈസ്. എല്ലാവരും എന്നെ വിഷ് ചെയ്യാം. ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിയ മേക്കപ്പ് ചെയ്ത എങ്ങനെയുണ്ട് എന്നെ കാണാൻ. വ്ളോഗർ വന്നു. വ്ളോഗർ സംഗീത അല്ലേ? സംഗീത മുരളി എത്താനായിന്ന് പറയാം. വിളിച്ചവരാരും വന്നില്ല. സാധനം വന്നിട്ടുണ്ട്. സമയം ഇങ്ങനെ അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. ഹായ്. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ആദ്യം വിചാരിച്ച് വിളിച്ചവരാരും വരില്ല എന്ന്, പക്ഷേ എല്ലാവരും വന്നു കേട്ടോ. കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും വീട് നിറഞ്ഞു. നമ്മൾ വിളിച്ചവരിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ സോ ഹാപ്പി. അങ്ങനെ ഇതാ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ സ്റ്റേജിൽ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. വളകാപ്പിനുള്ള മധുരപലഹാരങ്ങളും വിളക്ക് കൊളുത്താനുള്ള തിരക്കിലാണ് ഇവിടെ. അതങ്ങനെ ഞാനപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ എന്താ ചെയ്യണത്, എല്ലാവരും വന്നു കഴിഞ്ഞ് എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കാകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ അമ്മ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നു. സിത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഓടുന്നുണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. ചേച്ചി വേണം. ഇതാണ് അക്ഷര, ഇതാണ് നീന ചേച്ചി, ഇതാണ് ഗംഗണി. ഉള്ളിക്കും ഇത് ആരാണെന്ന് അറിയാമോ? രണ്ടമ്മേൻ്റെ മകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ആദ്യം വന്ന് കഴിക്കണ്ട്. സന്തോഷാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ആയോ ആഴ്ച പറഞ്ഞോ.
ഞാൻ പാക്കിലോട്ട് മറന്നിട്ടുണ്ട്. അപ്പൊ അത് സത്യം അറിഞ്ഞ് മേക്കപ്പിന് പോലെ എല്ലാവരും പൂവാണെന്നാ എണീക്കട്ടെ പിന്നാലെ ഏട്ടനോട് വെക്കാൻ വെക്കിട്ടോ ഏതില് വേണേലും വെക്കാം. നമുക്ക് ആരാ ഞാനും മോനും ഒരു ഓട്ടാർക്ക് വെക്കണോ? വിളിക്കിടുന്നോ? ആ ചേച്ചി